എനിക്കൊന്നും പറ്റൂല. ഇല്ലടി, നീ എന്തോ പറയണേ? നീ നല്ല ബെസ്റ്റ് ക്ലയന്റാ എനിക്ക് തന്നെ. വന്ന് കേറുമ്പോ തന്നെ പറഞ്ഞതെന്നറിയോ? എനിക്ക് ശരീരം ഒന്നും അനങ്ങാത്ത വർക്കൗട്ട് തരണേ, ഞാൻ അധികം ഒന്നും അനങ്ങിയിട്ടില്ല. എന്നിട്ട് 1 മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കണോ? എനിക്കങ്ങ് വയ്യ. സ്റ്റെപ്പോ? ഒരടി പോലും അത് അവര് നടക്കുന്നില്ല. എനിക്ക് ചീത്തപ്പേരാവും. എനിക്ക് അവര് ട്രെയിൻ ചെയ്യിപ്പിക്കായിരുന്നു. നീ വേറെ ആർക്കും കൊടുക്കും. പിങ്കിയോ? അവള് നാട്ടിൽ പോയിരിക്കുന്നു. അവള് വരുന്നടേ, ഞാൻ വിളിക്കാവേ. ഇവിടെ മൈൻഡ് ചെയ്യാതെ പോണേ? നീ എന്താ ഇത്ര പെട്ടെന്ന് വന്നേ? അത് പെട്ടെന്ന് വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായി. എന്താ അത്യാവശ്യം? അതുണ്ടല്ലോ, എന്റെ ഫ്രണ്ട്സ് 2 പേര് വരും. അതിനെന്ത്? അതിന് പിന്നെ ഞാൻ പിന്നെ ഇവിടെ വേണ്ടേ? നിന്നെ കണ്ടിട്ട് പോകാൻ പറ്റൂ? വേണം. അപ്പൊ വന്നു. ഏത് ഫ്രണ്ട്സാ പറഞ്ഞേ? ഏത് ഫ്രണ്ട്സാ? അത് ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. അപ്പൊ നീ അവര് വന്നിട്ട് ഉടൻ പോവും? പോവാതിരിക്കും. എന്തോ ചെയ്യാം, അതൊക്കെ നീ തിരക്കണ എന്തൊരു ദൈവമേ, അതൊക്കെ എന്റെ അടുത്ത് പറയേണ്ട ആവശ്യമേ എനിക്കില്ല. ബാത്റൂമിൽ പോവാൻ മുട്ടതാ? എനിക്ക് വിടുകയാണോ? നെയ്യ് നല്ലൊരു നെയ്യില്ല, വെളിച്ചെണ്ണ ഉള്ളൂ. നല്ലതാണെങ്കിൽ ഇടാം. അളിയോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ പിള്ളേര് നേരത്തെ പോലെ പറയുന്നുണ്ടേ, ഈ വേനലവധി കാലത്തെ അവർക്ക് എങ്ങോട്ടെങ്കിലും ഒരു 4 ദിവസം പോയി താമസിക്കണം. അതിന് പിങ്കി പാറവളല്ലേ? അതൊന്നും കുഴപ്പമില്ലല്ലേ. അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടെ പാറവളെ ചെന്നിട്ട് പിങ്കിയെയും വിളിച്ചോണ്ട് നമുക്ക് എന്റെ വീട്ടിലോട്ട് പോകാം, പുലിയുടെ വീട്ടിൽ പോകാം. ഒരാഴ്ച നമുക്ക് അവിടെ താമസിക്കാം. എന്താ പറയുന്നു മക്കളെ? നീ എന്താ പറയുന്നത്? അളി എന്താ പറയുന്നത്? അതെ മണിക്കുട്ടാ, സത്യത്തിൽ നല്ല കാര്യമായിരുന്നു. എനിക്ക് പറഞ്ഞ ആഗ്രഹമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരാഴ്ചയൊക്കെ ലീവ് ഒന്നും എനിക്ക് നല്ല തിരക്കിട്ട വർക്കാ, ലീവ് കിട്ടത്തില്ല. വരുന്ന ആഴ്ചയൊക്കെ നല്ല പണിയാണ്. ആണോ? എന്നാ അളിയൻ വരണ്ട. അളിയൻ വരണ്ട. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഒന്നും പറയണ്ട. അളിയൻ വരികയേ വേണ്ട. പറയട്ടെ മണി. അല്ലേ, ഒന്നും പറയണ്ട. അളിയൻ വരണ്ട കാര്യമില്ല. പെങ്ങളെ, നീ വരുന്നുണ്ടോ? വീണ്ടും പിന്നെ എനിക്ക് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് മാറിയുന്ന കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. മനസ്സിലായില്ലേ? അവിടെ ഇരുന്നോണ്ട് പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കും, നീ ഇല്ലാത്തോണ്ടൊന്നും ശരിയാവണില്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു. ഇച്ചിരി 2 ദിവസത്തേക്ക് പോകുമ്പോൾ തന്നെ വിളിച്ചു വെറുപ്പിക്കും. എവിയേട്ടൻ വന്നാൽ ഞാനും വരാം. അല്ല, ഇങ്ങനെയാണ് ഇങ്ങനെ പെൻഷൻ ആയിട്ടെങ്ങാണ് നീ അങ്ങോട്ട് വന്നാൽ വന്നു. സത്യം, എനിക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോലും. മണിക്കൂട്ടം എന്നത് കാര്യം അറിയാതെ പറയണേ. ഇവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും വെച്ചില്ല. ഇവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇവിടെയൊക്കെ പിങ്കി എങ്ങനെ വന്നു? ഞാൻ ബസ്സില്. അതെന്ത്? രാമനൊന്നും ഇല്ല അവിടെ കൊണ്ടുവിടാനായിട്ട്? രാമനൊന്നും ഇല്ല. 1 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാണല്ലോ. അത് വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അത്യാവശ്യം? എന്റെ 2 ഫ്രണ്ട്സ് വരുന്നു. കൂട്ടുകാര് വരുന്നു. വരട്ടെ. മാമൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ 3-4 ദിവസം അടി വന്നു. മാമ ഇന്ന് പോവല്ലോ അല്ലേ? മാമ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഭയങ്കര മഴക്കോളായിരുന്നു. മാമ ഇന്ന് പോണെങ്കി ഇന്ന് തന്നെ ഇറങ്ങണം. ഇന്നല്ല, ഇപ്പൊ തന്നെ ഇറങ്ങണം. മഴക്കോളുണ്ടോ? അല്ല, മഴക്കോളുണ്ട്. ഇറങ്ങിയോ, ഞാൻ ബാഗ് എടുത്തരാം. അല്ല, മഴക്കോളുണ്ടോ? മഴക്കോളുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. എനിക്കത് ശരിയാകത്തില്ല. എനിക്ക് മൂടി കെട്ടി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല. അത് പണ്ട് പോലെ അങ്ങനെ. ഞാനേ ഒരു കാര്യം ചെയ്യാം. ഞാൻ ബാങ്കിൽ വിളിച്ചേ ഇന്ന് വരുന്നില്ല എന്ന് ലീവ് പറയാം. എന്തിന്? നിന്റെ കൂട്ടുകാരികൾ വരില്ലേ? എന്റെ കൂട്ടുകാരികൾ അച്ഛനെന്താ? അപ്പൊ അച്ഛൻ ഇവിടെ വേണ്ടേ? മക്കളെ കൂട്ടുകാരികൾ വരുമ്പോ അച്ഛൻ വേണ്ടേ ഇവിടെ? ഇവിടെ മനുഷ്യൻ ചാവാൻ കിടക്കുമ്പോ പോലെ അച്ഛൻ ലീവ് എടുക്കും. മോളുടെ കൂട്ടുകാരികൾ വരുമ്പോഴേ ഞാൻ ഒന്ന് വിളിച്ച് പറയാം ബാങ്കിലോട്ട്. എന്തിന്? അല്ല, ലീവ് എടുക്കട്ടെ. നിനക്കെന്താ ലീവ് എടുക്കട്ടെ? എന്റെ കൂട്ടുകാരികൾ വരികയല്ലേ. മുഖം എന്ത് വല്ലാതിരിക്കുന്നേ? വെയിലുണ്ടോ? വെയിലല്ലേ അമ്മ? ദുർമിഷ്ടത അവിടെ. ദുർമിഷ്ടത. അത് പറഞ്ഞു വരും. സന്തോഷമില്ല. പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം അവിടെ? വഴക്കുണ്ടാക്കി അവിടെ? ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് തോന്നുന്നു. നീ ആയതുകൊണ്ട് എനിക്കാ പേടി. അതെ,
ഞാൻ വിളിച്ച് ആര് രാംകുമാർ സാറിന് ലീവ് കിട്ടില്ല ലീവ് കിട്ടി. സാറ് പറഞ്ഞ് 2-3 ദിവസം വേണമെങ്കിലും ലീവ് എടുത്തോളാം. ഞാൻ പറഞ്ഞു വീട്ടില് മോളുടെ കൂട്ടുകാരികളൊക്കെ വരുന്ന അങ്ങനെ തിരക്കാണെന്ന്. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ ഇപ്പൊ പ്രശ്നമില്ല, അടുത്ത ആഴ്ച മുതലേ വർക്ക് കൂടുള്ളൂ. അച്ഛന് ഈയിടെയായിട്ട് ഉത്തരവാദിത്വം ഇച്ചിരി കൂടി വരുന്നുണ്ട്. പിന്നെ എനിക്ക് സന്തോഷമായി. ഇവിടെ കൂട്ടുകാരികളുള്ളവരല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നു. സ്പെഷ്യൽ എല്ലാം വേണോ? സ്പെഷ്യൽ ഇനി എന്തോ സ്പെഷ്യൽ കൊടുക്കാനാ? എന്തോ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങ് കൊടുത്തേച്ചാ മതി. സിമ്പിൾ. അല്ല അവരൊക്കെ കേറി വരുന്നല്ലോ, നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടാ, നമുക്ക് വരുമ്പോ നാരങ്ങയുള്ള ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കാം. അതുപോലെ അത് മതി. ഉച്ചക്ക് ബിരിയാണി വല്ലതും ഉണ്ടാക്കിയാലോ? ബിരിയാണി ഇവിടെ ഫ്രണ്ട്സ് അല്ലേ, വല്ല മറ്റേ ടൈഗർ ബിസ്ക്കറ്റ് എല്ലാം വാങ്ങിച്ചു. അതായാലും മതി. എന്റെ ഫ്രണ്ട്സ് പാവങ്ങൾ. നിനക്ക് എന്താ ഇത് പ്രശ്നം? റിലേ പോയി കിടക്കുന്നേ എന്താന്നറിയില്ല, തലവേദന. എത്ര യാത്ര ചെയ്തിട്ടൊക്കെ വന്നതല്ലേ. ഞാൻ പോട്ടെ. എന്നാ പോയി ഡ്രസ്സൊക്കെ മാറണമെങ്കിൽ മാറും. അപ്പൊ നിങ്ങൾ എല്ലാരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അച്ഛന് ജോലിക്ക് പോകുന്നില്ല, മാമ ഒരിടത്തും പോകുന്നില്ല, അമ്മയ്ക്ക് പിന്നെ വേറെ പണിയില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞ 1 മാസമൊക്കെ കഴിഞ്ഞ് പോണമെന്ന് വിചാരിച്ചോണ്ട് വന്നതാ. അപ്പൊ എവളീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 1 മാസം ഇവിടെ തന്നെ നിൽക്കുക. അത് മതി. അവർക്ക് സന്തോഷവും മാമ ഇവിടെ ഉണ്ടെങ്കിൽ. മാത്രമല്ല അളിയൻ പറഞ്ഞ പോലെ നമുക്ക് പുലിനടയിലൊക്കെ പോണ്ടേ? പോണം. അത് ഇവിടെ നിൽക്കാൻ പുലിനടയിൽ പോണ കാര്യം പറയണേ. ഇവിടെ നിൽക്കട്ടെ ചേട്ടാ, 1 മാസം ഇവിടെ കഴിഞ്ഞ് നിന്നാ മതി. 1 മാസം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുലിനടയിൽ. അതല്ല, പിള്ളേരെ കൊണ്ടുപോകുന്ന കാര്യം അളിയൻ പറഞ്ഞില്ലേ? ഇവിടെ നിൽക്കട്ടെ ആദ്യം. കുഞ്ഞു വിഷമിക്കണ്ട, 1 മാസം മാമൻ ഇവിടെ കാണാം. അയ്യോ സന്തോഷായി. പോട്ടെ. അയ്യോ സിൽവർ ഓഫ് ചെയ്തില്ല. മക്കളെല്ലാം കഴിച്ചതെന്തോ?